ഇന്ന് നമുക്ക് കാസർഗോഡ് നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. കുറച്ചു നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന പേരാണ് അത്തീൻ. ഇത് ഉപയോഗിച്ച് നോക്കിയവർക്ക് എല്ലാം ഒറ്റ ഒരു റിസൾട്ടേ ഉള്ളൂ. അൽഹംദുലില്ലാ എല്ലാം ശരിയായി. ഇത് കേൾക്കുമ്പോ പിന്നെ എങ്ങനെയാ വാങ്ങാതിരിക്കുന്നത്? ഞാനും വാങ്ങി ഒരു ബോട്ടില്. 100% ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അത്തിപ്പഴം, ഈന്തപ്പഴം, മുന്തിരി, ബദാം, കശുവണ്ടി, കറുത്ത എള്ള്, കരിഞ്ചീരകം, ജീരകം, ബാർലി, നെല്ലിക്ക, തേൻ, മഞ്ഞൾ, ഇരട്ടി മധുരം, അയമോദകം, കറാമ്പു, ചുക്ക് തുടങ്ങിയതാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്. സ്ത്രീകളില് പീരീഡ്സിന്റെ സമയത്തുണ്ടാകുന്ന പെയിൻ, തൈറോയിഡ്, PCOD, രക്തക്കുറവ് എല്ലാത്തിനും ഒരേ ഒരു പരിഹാരമാണ് അത്തീൻ. ഇതുകൂടാതെ പൈൽസ്, മുടികൊഴിച്ചില്, കോൺസിപ്പേഷൻ, രക്തക്കുറവ് ഇതിനെല്ലാം ഒരേ ഒരു സൊല്യൂഷനാണ് അത്തീൻ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വന്നു കൂടുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ അത്തീൻ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഇതിനെക്കുറിച്ച് ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എല്ലാ ഡൗട്ടും ഞാൻ ക്ലിയർ ആക്കുന്നതാണ്. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിൻ്റെ ആരംഭ സമയം ഒരു 5-10 കസ്റ്റമേഴ്സിൽ നിന്ന് ഇപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം 10,000-കണക്കിന് കസ്റ്റമേഴ്സായി. അത് തീർച്ചയായിട്ടും വലിയൊരു വിജയമാണ്. ഈ വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്ന മഅൽ ഉസ്രി യുസ്ര, വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരുപാട് ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? പ്രധാനമായി ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിസന്ധിയാണ്. ഒന്നാമത് ഇത് കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് കാലം എടുത്തു. ഇതിൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രൂട്ട്സും അതെടുത്തിട്ട് അത് നമ്മൾ തിബുൻ നബിയെ നോക്കി ഉസ്താദന്മാരുടെ അറിവ് നേടി, അതുപോലെ തന്നെ വൈദ്യന്മാരോട് ഇത് എത്ര അളവ് കഴിക്കാൻ പറ്റുന്ന അന്വേഷണം നടത്തി. അതുവരെ ഗൂഗിളിൽ, യൂട്യൂബിൽ ഡോക്ടേഴ്സ്മാരോട് ഇവർ പറഞ്ഞ ഓരോ ന്യൂട്രീഷൻ വാല്യൂ, ഇപ്പോൾ ഈത്തപ്പഴത്തിന് എത്ര ദിവസം കഴിക്കാം, അതിന് എത്ര അയൺ ഉണ്ട്, എത്ര കാൽസ്യം ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്, അങ്ങനെ ഓരോന്നിൻ്റെയും ചെക്ക് ചെയ്ത് അത് കൃത്യമായ അളവിലാക്കി ഒരു കൊല്ലത്തോളം തന്നെ ഇതിന്റെ പഠനം ഉണ്ടായിരുന്നു. റിസർച്ച് നടന്നു. റിസർച്ച് തന്നെ ഒരു സ്ട്രഗിളാണ്. ശേഷം പിന്നെ ഈ പ്രൊഡക്റ്റ് പറഞ്ഞാൽ എങ്ങനെയാണത് ശരീരത്തിൽ നമ്മൾ എങ്ങനെയാണത് കസ്റ്റമർക്ക് കൊടുത്താൽ എങ്ങനെയാണെന്ന് അതിൻ്റെ എഫക്റ്റ് എന്നറിയില്ല. ഞാൻ കഴിച്ചു, എൻ്റെ ഭാര്യ കഴിച്ചു, കുടുംബക്കാർക്ക്, എൻ്റെ ചെറിയ കുട്ടികൾ വരെ കഴിച്ചു. അങ്ങനെ കഴിച്ച് നമ്മളെ ആട്ടുകാർ കഴിച്ച് അത് ഒരു കൊല്ലത്തോളം നമ്മൾ ഈ റിസൾട്ടിനെ തന്നെ കാത്തുന്നു. ശാസ്ത്രീയമായ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഒരുപാട് ആയിരക്കണക്കിന് കസ്റ്റമർ വാങ്ങിയതിന് ശേഷം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത്.